ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി കപ്പിൾസ്. അപ്പോൾ എന്നത്തെയും പോലെ വളരെ രസകരമായിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് മാംഗോ ജ്യൂസ് ചലഞ്ച്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണെന്നുള്ള രാജ്യത്ത് പറഞ്ഞാലും പറഞ്ഞ് കൊടുമോളെ അങ്ങോട്ട്. അപ്പോൾ രണ്ടുപേർക്കും സ്ലൈസ് മാംഗോയുടെ 1.25 ലിറ്ററിന്റെ ഓരോ ബോട്ടിൽ വീതം രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കുപ്പിയിലുള്ള ജ്യൂസ് തീരുന്നിടം വരെ വായിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ പാടില്ല. അങ്ങനെ ആരാണോ ആദ്യം ജ്യൂസ് കുടിച്ച് തീരുന്നത് അവരായിരിക്കും ഇന്നത്തെ വിന്നർ. അപ്പൊ എന്നത്തെ പോലെ തന്നെ വിന്നർക്ക് അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. കൂടാതെ പരാജയപ്പെടുന്നവർക്ക് നമ്മളെ എന്നത്തെയും പോലെ തന്നെ കിടിലനായിട്ട് നോവിക്കുന്ന ഒരു പണിയും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അടിപൊളി ജ്യൂസ് ചലഞ്ചായിട്ട് വരുമോ, ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ജ്യൂസ് കുടിക്കാൻ പോവാം. എല്ലാരും റെഡി അല്ലേ? സോ ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ നമ്മുടെ ജ്യൂസ് ബോട്ടിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 1.25 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിനകത്തെങ്കിലും ഞാൻ ജയിക്കണോ എന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പൊന്നുമോളെ വിധിയാണ്. 2 എണ്ണത്തിൽ നിങ്ങൾ ജയിച്ചിട്ടാണ് ഇരിക്കണത്. കുക്കു കുക്കു വിളിക്കും ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും കാര്യക്കാരൻ അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പരാജയപ്പെട്ടവർക്കുള്ള പണി ഞാനല്ല, പ്രാവശ്യം എന്റെ ഐഡിയയിലല്ല, ഇക്കുവിന്റെ ഐഡിയ ആണ്. അതുകൊണ്ട് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീയട്ടെ എന്നുള്ളൊരു അത് പറയാൻ കാര്യം ഇത്രയും നാളെ കണ്ടുപിടിച്ച ഐഡിയാസ് എല്ലാം അവക്കേറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എനിവേ നമുക്ക് സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം. ഷേക്കൊക്കെ ചെയ്യട്ടെ. ഞാൻ ജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. മതി മതി. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ? സോ ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നെ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റൂല, അത് ഞാൻ ഉറപ്പിച്ചു. കാരണം ഫ്ലോപ്പ് ആവും. അയ്യോ അമ്മേ, പഠിച്ചോനെ റബ്ബേ. അയ്യോ അടിപൊളി ചലഞ്ച്. അയ്യോ
അയ്യോ എന്റെ വയറ് ഇനി ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയി. ഇവിടെ ഒന്ന് പൊക്കി അവിടെ. അയ്യോ എനിവേ എന്തായാലും നമ്മളെ രാജ്യത്താത്തായാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ 8ന്റെ പണിയുമായിട്ട് മേടിക്കാനുള്ള വ്യക്തി ഞാനാണ്. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു. സാധിച്ചു തന്നല്ല, എന്നെ കൊണ്ട് പറ്റൂല. ഒന്നാമത്തെ കേസ് ഈ മധുരം വെള്ളം ഭയങ്കര പാടാണ് എന്നെ കൊണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസ് ഈ ഫ്രൂട്ടി ഫ്രൈസിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ല പെട്ടെന്ന് വയറ. അപ്പൊ എനിവേ നമുക്ക് 8ന്റെ പണി എന്താണ് നോക്കിയാലോ. അപ്പൊ ഇന്നത്തെ വിന്നർ ആരാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്താത്തയാണ്. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പാടോടെ സെറ്റായില്ലേ. എന്റെ കണ്ണുകൂടെ പൊനിച്ച പാറുന്നു കൈസ്. എനിവേ നമുക്ക് നെക്സ്റ്റ്. പിന്നെ ഞാൻ 2 കൽപ്പിച്ച് കുടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കൈസ് 2 എണ്ണത്തിന് ഇക്ക് വിജയിച്ചിരിക്കണം. എന്തെങ്കിലും 1 എണ്ണത്തിന് ഞാൻ പിന്നെ വിജയിച്ചില്ലെങ്കിൽ കുടിച്ചിട്ട് വിടുന്നുണ്ട്. ഇനി എന്തായാലും എനിവേ ഭയങ്കര പാടാണ്. ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2.25 ലിറ്ററിന്റെ ബോട്ടിൽ അടിക്കാന്ന് വിചാരിച്ചത്. പിന്നെയാണ് അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, കഴിയില്ല കേട്ടോ സത്യം. അയ്യോ ഞാൻ പറഞ്ഞു 2.25 ലിറ്ററിന്റെ മേടിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പണി എനിക്ക് ഇനി മേടിക്കാൻ താങ്ങാൻ വയ്യെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പണി എന്താണെന്നല്ലേ വിചാരിച്ചു. ഇക്കു ഈ ഒരു ചലഞ്ചിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പണീന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ പറയണേ 2 റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടിട്ട് വലിച്ച് മറ്റേ ആള്, അതായത് ആരാണോ പരാജയപ്പെടുന്ന അവരെ കയ്യിലിട്ട് വലിക്കണം ജയിച്ച വ്യക്തി എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ വലിച്ചടിക്കണം. അപ്പൊ അതും കൂടെ കേട്ടപ്പോ ഗൈസ് എനിക്ക് കൽപ്പിച്ച് ഇതുപോലത്തുള്ള 8ന്റെ പണികൾ നീ ജയിക്കോ ഇനി. അപ്പൊ നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകാം ഗൈസ്. അതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചലഞ്ചിങ് കഴിഞ്ഞു. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഈ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള 8ന്റെ പണി റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള പരിപാടി ഇക്കുവാണ് ആ ഐഡിയ പറഞ്ഞത്. അപ്പൊ അതാണ് ഗൈസ്, താൻ കുഴിച്ച കഴിവിൽ വല്ലപ്പോഴെങ്കിലും താൻ ചാടണ്ടേ. അതാണ് 2 ഐഡിയാസും 8ന്റെ പണി കുറയ്ക്കുന്നത് അവളാണ്. ആ 2 പണി നീ ഏറ്റെടുത്തു. പക്ഷെ കൂടിയിട്ട് ഇപ്രാവശ്യം ഇക്കു ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കട്ട സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ജയിച്ചത്. പണിയായിരുന്നു. 2 ലിറ്റർ 2.25 ലിറ്ററിന്റെ കുപ്പി മേടിക്കായിരുന്നു ഞാനാണ്. അതാണ് പിന്നെ 1.25 ബോട്ടിലാക്കിയത്. അപ്പോ ഈ പണി ഏറ്റുവാങ്ങിയിട്ടാണോ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് ഇനി സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 500 രൂപയാണ് കൊടുത്തത്. ഇപ്രാവശ്യം വെച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 750 രൂപയാണ്. കാരണം 1.25 ലിറ്ററിന്റെ ജ്യൂസ് ആയതുകൊണ്ട് 750 രൂപ എനിക്ക് ജിപേ ചെയ്ത് തരണം. കമോൺ കമോൺ. എവിടെ അത് കഴിഞ്ഞിട്ട് ആ സന്തോഷത്തോട് കൂടിയിട്ട് ഞാനിത് ചെയ്യാം. അതാണ് നല്ലത്. എവിടെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ നിങ്ങൾ എനിക്ക് തരണം. അപ്പൊ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ലൈവിലൂടെ വരുമ്പോൾ പറയണ്ട് എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. സെറ്റാണ് സത്യം. ഓക്കെ കിടക്കാം. ഇതാ 1 അല്ല 2 റബ്ബറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഏത് കൈയാണ് ആ സുന്ദരമായ കൈകൾ ഇങ്ങോട്ട് തന്നാലും റെഡിയാണോ? പിന്നെന്താ അടിച്ചു വീട് പൊക്കി വിട്. റെഡിയാണോ? അവസാനം ഇത്രയെങ്കിലും വേണ്ടേ? എന്തൊക്കെയാണ് സുഖം തന്നെ. നിങ്ങൾ എന്നെ എവിടെയൊക്കെ മുക്കി? ഗോതമ്പ് മാവിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ എന്നെ മുക്കിയില്ലേ? ഇനി മുക്കുവോ? പണ്ടുള്ളവര് ഇനി മുക്കുവോ? പച്ചപ്ലാവിലെ വീഴുമ്പോൾ പഴുത്ത പ്ലാവിലെ ചിരിക്കില്ല. എന്റെ കോട്ടിലാണ് പന്ത് കിടക്കുന്നത്. ഇനി എന്നെ മാവില് മുക്കുവോ? മാവിലൊക്കെ മുക്കിയതിരിക്കും. ഇനി എന്നെ ഇനി മുളക് തീറ്റിക്കുമോ? അപ്പൊ ഞാൻ ഇതിങ്ങനെ ചെയ്യണ്ടേ ഗൈസ്?
നീ വിട്ടോ വിട്ടോ. സുഖം തന്നെ വീടടെ പെട്ടെന്ന് കൊല്ലൂല്ല തോന്നി. ഇത്രക്ക വേണ്ട വേണ്ട. ഇത്രക്ക വേദനിക്കോ? വേദനിക്കും. വേദനിക്കോ? ആരാണ് ഈ ഐഡിയ കൊണ്ടുവന്നത്? ഐഡിയ ഞാനാണ് കൊണ്ടുവന്നെങ്കിലും നീ ചമീല് തുള്ളിക്കും മോളെ. അടുത്ത പണിയുമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾ ഓരോരുത്തരുടെയും കട്ട സപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് ഞാൻ ഇത്രയും ഹൈപ്പിലൊക്കെ നിൽക്കുന്നത്. സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും വൈകിട്ടോട്ട് പോകാം. എന്തോ കുഴപ്പമില്ല കുഴപ്പമില്ല. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, എനിക്കും കൂടെ ഒന്ന് നോക്കട്ടെ. നിനക്ക് നോക്കാനൊന്നും വേണ്ട. പെയിനാണ്. നോക്കണ്ട നോക്കണ്ട, നോക്കി തെറ്റിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ഇനി നേരെ വൈൻഡപ്പിലോട്ട് പോകാം. വേദനിച്ചെങ്കിൽ സോറി കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എനിവേ അപ്പൊ നമുക്ക് നമ്മുടെ വൈൻഡപ്പിലോട്ട് പോകാം. അവിടെ കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോയിൽ ജ്യൂസൊക്കെ കുടിച്ചൊരു പരിവായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക. നമ്മൾ ഇതിൽ നിന്നും അടിപൊളി രസകരമായിട്ടുള്ള ചലഞ്ചിങ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും This is Foodie Couples signing off.